തെക്കൻ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയുടെ ഒരു അതിർത്തി പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ. കസാനെ പട്ടണത്തിന് സമീപത്തെ ചോബെ നാഷണൽ പാർക്കിലൂടെ രാവിലെ ഗെയിം ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ സഞ്ചാരം ഗ്രൂപ്പിൽ 38 പേരുണ്ട്. 4 വാഹനങ്ങളിലായാണ് ഞങ്ങൾ പോകുന്നത്. വേറെയും നിരവധി വാഹനങ്ങളിൽ ടൂറിസ്റ്റുകളുണ്ട്. എന്റെ വണ്ടിയിൽ 10 പേരാണുള്ളത്. ഞാൻ ഇടയ്ക്കുള്ള ഒരു സീറ്റിലാണെങ്കിലും ഷൂട്ടിങ്ങിന് തടസ്സമൊന്നും വരുന്നില്ല. പുലർച്ചെ ഇരുട്ടത്ത് തുടങ്ങിയ യാത്രയാണിത്. ഇപ്പോൾ വെയിൽ പരന്നിരിക്കുന്നു. ധാരാളം മൃഗങ്ങളെ ഇതിനകം കണ്ടുകഴിഞ്ഞു. ഇംപാലകളുടെ വലിയ കൂട്ടങ്ങളെ പലയിടത്തും കാണാം. 100 കണക്കിന് ഇംപാലകൾ, നിരവധി കാട്ടുപോത്തുകൾ എന്നിവയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ആഫ്രിക്കൻ വനങ്ങളുടെ സ്വഭാവം. ബഹുഭൂരിപക്ഷവും കുറ്റിക്കാടാണ്. അതുകൊണ്ട് മൃഗങ്ങളെ വ്യക്തമായി കാണാം. കേരളത്തിൽ ട്രോപ്പിക്കൽ വനമായതുകൊണ്ട് മൃഗങ്ങളെ കണ്ടെത്താൻ വലിയ പാടാണ്. നദീതീരത്തോ തുറന്ന പ്രദേശങ്ങളിലോ മാത്രമാണ് അവരെ കാണുക. ഇംബാല കൂട്ടത്തിൽ 10-15 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ആണുമുണ്ടാകും. ആ കൊമ്പുള്ളവനാണ് ആണ്. ഈ കാട്ടിൽ സിംഹം, പുലി തുടങ്ങിയവയുടെ പ്രധാന ഇരയാണ് ഇംബാലകൾ. വാഹനം മൃഗങ്ങൾ ഉള്ളയിടത്ത് ഒന്ന് നിർത്തും. അവയെ കാണാം, ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു ആളുണ്ട്. ഏതോ മുൾച്ചെടിയിൽ തളിരുകൾ തിരിയുന്ന ഒരു ജിറാഫ്. ജിറാഫുകളിലെ സൗത്ത് ആഫ്രിക്കൻ ജിറാഫ് എന്ന ഇനമാണ് ഈ നാഷണൽ പാർക്കിലുള്ളത്. താരതമ്യേന വലിപ്പം കൂടിയ ഇനമാണ് സൗത്ത് ആഫ്രിക്കൻ ജിറാഫുകൾ. ആഫ്രിക്കയിലെ ചില നാഷണൽ പാർക്കുകളിൽ ജിറാഫുകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ചോബയിൽ ആ പ്രശ്നമില്ല. ഇവിടെ ഇവരുടെ എണ്ണം കൂടി വരുന്നതായാണ് 2014 മുതലുള്ള കണക്കുകൾ. ഇങ്ങനെ പോകുമ്പോൾ പലയിടത്തും കാണാം ജിറാഫുകളെ. ജിറാഫ് മാത്രം ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഒന്നിൽ കൂടുതൽ ജിറാഫുകൾ ഒരുമിച്ച് നിൽക്കുന്നത് അപൂർവമായേ കാണാറുള്ളൂ. എന്നാൽ ഇംബാല അങ്ങനെയല്ല. 50ഉം 100ഉം എണ്ണം ഉണ്ടാകും അവയുടെ ഒരു കൂട്ടത്തിൽ. മൈതാനക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശം. വാഹനങ്ങൾ നിരന്തരം ഓടുന്ന വഴികളാണ്. കെ ഒരു വെളിം പ്രദേശത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. 1 മണിക്കൂറായി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട്. ഇനി ഒരു ബ്രേക്കാണ്. കാപ്പിയോ ചായയോ കുടിക്കാം. അതിനായി പുറത്തിറങ്ങാൻ അനുവാദം തന്നു കെ. പിറകിലിരിക്കുന്നവർ ഒരു ഗോവണി വഴി വേണം വണ്ടിയിൽ നിന്നിറങ്ങാൻ. മുൻസീറ്റിലേക്ക് മാത്രമാണ് ഡോർ തുറന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. കേരളത്തിൽ വനത്തിലൂടെയുള്ള യാത്രകൾക്ക് ഇത്തരം വാഹനങ്ങൾ വരണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കൈലിമുണ്ടും തലയിൽ വട്ടക്കെട്ടുമായി തനി മലയാളിയായി ഒരാളുണ്ട് കൂടെ. മധു തമ്പാനാണത്. ഇവരൊക്കെ പതിവായി സഞ്ചാരത്തിനൊപ്പം യാത്ര നടത്തുന്നവരാണ്. വാഹനത്തിൽ സുരക്ഷിതമായ ഒരു ഉയരത്തിലാണ് ഇരിപ്പിടങ്ങൾ. അടുത്ത വണ്ടികളും വന്നു. ഇതെല്ലാം സഞ്ചാരം ഗ്രൂപ്പിലെ ആളുകൾ തന്നെയാണ്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുമുണ്ട്. ധാരാളം മൃഗങ്ങളുള്ള വനമാണ്. സിംഹത്തെയൊക്കെ കണ്ടിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ നിൽക്കുകയാണ്. മൂത്രമൊഴിക്കേണ്ടവർക്ക് അതാവാമെന്ന് ഒരു അനൗൺസ്മെന്റ് കെ നടത്തി. ഇതുവരെ പിടിച്ചു നിർത്തിയിരുന്ന പലരും മരത്തിന്റെ മറവു പറ്റി കാര്യം സാധിക്കാൻ പോകുന്നു. ഇവിടെ മൂത്രപ്പുരയൊന്നുമില്ല. വേറെയും വണ്ടികൾ വരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരും അല്ലാത്തവരുമൊക്കെ. ഗെയിം ഡ്രൈവിനിടെ ആളുകൾ ചെറുവിശ്രമത്തിനിറങ്ങുന്ന സ്ഥലമാണിത്. ഒരു ക്യാമ്പിംഗ് സൈറ്റ് പോലെ. ഇവിടെ നിന്നൊരു കാപ്പിയൊക്കെ കുടിച്ച ശേഷമാണ് യാത്രയുടെ സെക്കൻഡ് ഫേസ് തുടങ്ങുക. ഇങ്ങനെ റിലാക്സ്ഡായി മൃഗങ്ങളെയൊക്കെ കണ്ട് ഇത്തരം വാഹനത്തിൽ യാത്ര ചെയ്യുന്നതും ഒരു അനുഭവമാണ്. പുതിയ വണ്ടിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇന്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. വനസഫാരിക്ക് പറ്റുന്ന ശൈലിയിലുള്ള സീറ്റുകൾ, ഗോവണി, ഹാൻഡ് റെസ്റ്റ്. ഇങ്ങനെയൊരു വണ്ടി കാണുമ്പോൾ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഒരു കൗതുകമുണ്ടാകും. ആഫ്രിക്കയിലെ ഒരു രാജ്യത്താണ് ഇത്രയും പ്രൊഫഷണലായ സംവിധാനങ്ങൾ ഉള്ളതെന്ന് ഓർക്കണം. ഈ മട്ടിൽ നമ്മുടെ നാട്ടിൽ സഫാരി വാഹനങ്ങൾ ഒരുക്കാൻ എന്താണ് തടസ്സമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടിയുടെ പുറകിൽ ലഘുഭക്ഷണം ഒരുക്കുന്നു. തിളച്ച വെള്ളവും കാപ്പിപ്പൊടിയും ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെയുണ്ട്. ആവശ്യാനുസരണം ചായയോ കാപ്പിയോ എടുത്തു കുടിക്കാം. കുക്കീസുമുണ്ട്. ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും 4:30-ക്കും 5 മണിക്കുമൊക്കെ ഉണർന്നതാണല്ലോ.
വനത്തിനകത്ത് വെച്ച് ഒരു കാപ്പിയൊക്കെ കുടിക്കുക എന്നത് നല്ലൊരു അനുഭവമാണ്. എല്ലാം നിരന്നു കഴിഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരായി ആവശ്യമുള്ളതെടുത്തു. തിളച്ച വെള്ളമെടുത്ത് കാപ്പിയോ ചായയോ ഉണ്ടാക്കണം. എല്ലാ വാഹനങ്ങളിലും ഈ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതത് വാഹനത്തിൽ വരുന്നവർക്ക് ആവശ്യമുള്ളത്ര സാധനങ്ങൾ. ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അത് ഒരു സഹയാത്രിക ഇട്ടുതന്നു. അങ്ങനെ ഇളവെയിലേറ്റുനിന്ന് ചായ കുടിച്ച് അല്പനേരം വിശേഷങ്ങൾ പറഞ്ഞു നിന്ന് ഒന്ന് നടുനിവർത്തി. ഒരു 15 മിനിറ്റ് നേരം. ടീ ബാഗും പഞ്ചസാരയും ഒക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോഴേക്കും കൂടുതൽ വണ്ടികൾ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ ആളുകൾ തന്നെയാണ് ഈ വണ്ടിയിലും എത്തിയിരിക്കുന്നത്. സൂര്യൻ പയ്യെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. യാത്ര തുടരേണ്ട സമയമായി. സഞ്ചാരം ഗ്രൂപ്പിലുള്ളവരുടെ ഒരു വണ്ടി ഇതാണ്. ഇനി ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ചിലയിടത്ത് വലിയ മരങ്ങൾ ഉണങ്ങി വീണു കിടക്കുന്നുണ്ട്. പണ്ടൊക്കെ വനത്തിന്റെ സമീപത്തെ ഗ്രാമീണർ ആ ഉണങ്ങിയ മരങ്ങൾ വിറകിനായി എടുത്തുകൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അതിന് അനുവദിക്കുന്നില്ല. മണലിന്റെ വനപ്രദേശമാണ്. ഒരു കാലത്ത് ഇവിടമൊക്കെ മരുഭൂമി ആയിരുന്നതാണ് അതിന് കാരണമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ മരക്കുറ്റികൾ ഉണങ്ങിക്കിടക്കുന്നത് പോലെ ഒരു കാഴ്ചയുണ്ട്. ഡ്രൈവറും ഗൈഡുമായ കെ ആണ് പറഞ്ഞത്. അത് മരക്കഷ്ണങ്ങളല്ല, ആനയുടെ അസ്ഥികൂടമാണെന്ന്. ഒരാന പണ്ടെന്നോ ചെരിഞ്ഞതാണ്. അതിന്റെ അസ്ഥികൾ പ്രദേശമാകെ ചിതറിക്കിടക്കുന്നു. ഇത് കാണിക്കാനാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. 5 or 8 കൊല്ലം മുൻപ് ചത്തുപോയ ഒരാനയുടെ അസ്ഥികളായിരിക്കണം. അതിനു സമീപം ദുഃഖാർത്തരായി നിൽക്കും പോലെ കുറെ ഇമ്പാലകൾ ഇവിടെയുണ്ട്. ഇവരുടെ കൂട്ടങ്ങളെ ഈ നാഷണൽ പാർക്കിൽ എവിടെയും കാണാം. കഴിഞ്ഞ ദിവസം ബോട്ട് സഫാരിയിൽ 100 കണക്കിന് ആനകളെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഇമ്പാലകളാണ് താരങ്ങൾ. കീരികൾ നിലം പതിഞ്ഞോടുന്നതും കാണാം. അവിടെ നിന്നും യാത്ര തുടർന്നു. 100 കണക്കിനാണ് ഇമ്പാലകൾ. അവ എപ്പോഴും ഇങ്ങനെ വലിയ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുക. ആ കൂട്ടത്തിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ ഒന്നിനെ പിടികൂടുക സിംഹങ്ങൾക്കും എളുപ്പമാണ്. ഒറ്റച്ചാട്ടത്തിൽ ഒരെണ്ണത്തെ എന്തായാലും കിട്ടും. 10,000 ഇമ്പാലകളൊക്കെ ഉള്ളതുകൊണ്ട് ഇരപിടിയന്മാരായ മൃഗങ്ങൾക്കും ഇവിടെ പരമസുഖമാണ്. വീണ്ടും കുറെ ദൂരം കൂടി ഓടി ഞങ്ങൾ നദീതീരത്തേക്കെത്തി. ഒരു വണ്ടി പുറകോട്ടെടുത്ത് അവിടെ കിടക്കുന്നു. എന്തോ കാഴ്ചയുണ്ടെന്ന് തോന്നി. കാര്യമിതാണ്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഹിപ്പോകൾ. തൊട്ടപ്പുറം ഇങ്ങനെ ചിലരുണ്ട്. ബബൂണുകളാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രം വസിക്കുന്ന ചാക്മ ബബൂണുകളാണിവർ. ഏതാനും പേർ ഉൾപ്പെടുന്ന ചെറുകൂട്ടമായും 100 പേർ വരെയുള്ള വലിയ സംഘമായുമെല്ലാം വസിക്കുന്നവരാണ് ചാക്മ ബബൂണുകൾ. നല്ല വലിപ്പമുള്ള കുരങ്ങുകൾ. ഇവിടെയുമുണ്ട് ഇമ്പാലകൾ. അവർ എന്തോ തിന്നുന്നതായി ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് തോന്നും. അവയുടെ വാല് ഒരു പ്രത്യേക രീതിയിലാണ്. നാണം മറയ്ക്കൽ മാത്രമാണ് അതിന്റെ ഉപയോഗമെന്ന് തോന്നും. ഒരാണിനൊപ്പം 8 ഉം 10 ഉം പെണ്ണുള്ളതാണ് ഒരു ഇമ്പാല കുടുംബം. വളരെ ഉയർന്ന തോതിലാണ് ഇവരുടെ പ്രത്യുൽപാദനം. 8 മാസമാണ് ഗർഭകാലം. ഒരു പ്രസവത്തിൽ 1 മുതൽ 3 വരെ കുഞ്ഞുങ്ങളുണ്ടാകും. ഇവർക്ക് മൊത്തത്തിൽ ഒരു പേടിയാണ്. സിംഹം ഉൾപ്പെടെയുള്ള വേട്ടക്കാർ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തീറ്റയ്ക്കിടയിൽ പെട്ടെന്ന് തലയുയർത്തി പരിഭ്രമത്തോടെ നോക്കുന്നത് കാണാം. നാഷണൽ പാർക്കിൽ ഈ ഭാഗത്തൊക്കെ വസിക്കുന്ന മൃഗങ്ങൾക്ക് വാഹനങ്ങളും മനുഷ്യരെയും പരിചയമായി കഴിഞ്ഞു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 100 കണക്കിന് ടൂറിസ്റ്റുകളാണല്ലോ പാർക്കിലേക്ക് വരുന്നത്. ഇവിടെ കുറച്ച് പക്ഷികളുണ്ട്. ഞങ്ങൾ രാവിലെ മറ്റൊരിടത്ത് കണ്ട ഇനമാണ് ഹെൽമറ്റഡ് ഗിനി ഫൗൾ. അവരങ്ങനെ പട്ടാള പരേഡ് പോലെ അടിവെച്ചു നീങ്ങുന്നു. ഹെൽമറ്റഡ് ഗിനി ഫൗളിലെ ബ്ലൂ നെക്ക് എന്ന ഇനത്തിൽപ്പെട്ടവരാണ് ഇവർ. കഴുത്തിൽ നീല നിറമുള്ളവർ. സഹാറയുടെ തെക്കൻ പ്രദേശങ്ങളാണ് ഇത്തരം ഗിനിക്കോഴികളുടെ ഏറ്റവും വലിയ ആവാസ മേഖല. ഹെൽമറ്റഡ് ഗിനി ഫൗളുകൾക്ക് 9 ഉപവിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ നീലക്കഴുത്തുകാർ. ആഫ്രിക്കയിലുടനീളം ഗ്രാമീണർ വളർത്തുന്ന പക്ഷിയാണിത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും വളർത്തുന്നുണ്ടല്ലോ ഗിനിക്കോഴികളെ.
മണൽ പ്രദേശത്ത് വളരുന്ന ഉയരം കുറഞ്ഞ മരങ്ങളും കുറ്റിച്ചെടികളും മാത്രമേ ഇവിടെയുള്ളൂ. ഒരു ഭാഗത്ത് നദി, അത് സൃഷ്ടിക്കുന്ന ഡെൽറ്റ, ചതുപ്പ് പ്രദേശങ്ങൾ. ഇങ്ങനെ കാണുമ്പോൾ വരണ്ട വനമാണെന്ന് തോന്നുമെങ്കിലും വന്യമൃഗ സമൃദ്ധമായ നാഷണൽ പാർക്കാണിത്. ലോകത്ത് ഏറ്റവും അധികം മൃഗങ്ങളുള്ള നാഷണൽ പാർക്കുകളിലൊന്ന്. നദി വിശാലതയിൽ കാണാവുന്ന ഒരു കുന്നിൻ ചെരുവിൽ കൊണ്ടുപോയി കെ വണ്ടി നിർത്തി. ഞങ്ങൾ ആ നദിയിലൂടെ ഇന്നലെ ബോട്ടിൽ സഞ്ചരിച്ചതാണ്. മുകളിൽ ഒരു പരുന്ത്. ഇങ്ങനെ നിരവധി പക്ഷി ഇനങ്ങളും ഇവിടെയുണ്ട്. വേറൊരു കൂട്ടർ ഇവരാണ്. കീരിയാണത്, മംഗൂസ്. നമ്മുടെ നാട്ടിൽ കാണുന്ന കീരിയുടെ രൂപമാണ്. എന്നാൽ ശരീരത്തിൽ കുറെ വെള്ളവരകളുണ്ട്. ബാൻഡഡ് മംഗൂസ് എന്നാണ് ഇവരുടെ പേര്. തെക്കൻ ആഫ്രിക്ക മാത്രമാണ് ബാൻഡഡ് മംഗൂസുകളുടെ ആവാസയിടം. 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള കൂട്ടമായാണ് വാസം. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സഞ്ചാരം ഗ്രൂപ്പിലെ അംഗങ്ങൾ കയറിയ മറ്റൊരു വാഹനമാണിത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ കാണും. ഏതാണ്ട് ഒരു വഴിയിലൂടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. ചിലയിടത്തെത്തുമ്പോൾ സാമാന്യം സ്പീഡിൽ വണ്ടി വിടുന്നുണ്ട്. ആഫ്രിക്കയിലേക്ക് ഇത്രയേറെ ടൂറിസ്റ്റുകൾ എത്തുന്നത് പ്രധാനമായും മൃഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. വന്യമൃഗ സങ്കേതങ്ങളിലേക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നു. ഇപ്പോൾ കുറച്ചപ്പുറം ആനകളുടെ ഒരു കുടുംബത്തെ കാണാം. ഒരു കുഞ്ഞടക്കം 4-5 പേരുണ്ട്. അതിനിടയ്ക്ക് ഇമ്പാലകൾ. സിംഹം ഈ പ്രദേശത്തൊന്നും ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇമ്പാലകൾ ഉൾപ്പെടെ ഇവിടെ സ്വൈര്യമായി വിഹരിക്കുന്നത്. ആഫ്രിക്കൻ ആനകളുടെ ചെവിയാണ് അവരെ ഏറ്റവും വ്യത്യസ്തരാക്കുന്നത്. ഈ നാഷണൽ പാർക്കിൽ കാണുന്ന കലഹാരി ആനകൾക്കാണ് ലോകത്ത് ആനകളിൽ വെച്ച് ഏറ്റവും നീളമുള്ള കാലുകളുള്ളത്. വരണ്ട വനത്തിലെ ജീവികൾ. ഇതാ നീളൻ കാലുള്ള മറ്റൊരു കക്ഷി. ഈ യാത്രയിൽ കുറേയേറെ ജിറാഫുകളെ ഇതിനകം ഞങ്ങൾ കണ്ടുകഴിഞ്ഞു. മൃഗശാലയിൽ കാണുന്നതുപോലെ മെലിഞ്ഞുണങ്ങിയവരല്ല, നല്ല മെഴുത്ത ജിറാഫുകൾ. ചില ദിവസങ്ങളിൽ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ജിറാഫുകളെ കാണാമെന്നാണ് കെ പറയുന്നത്. ഏതാണ്ട് 430 ഇനത്തിലുള്ള പക്ഷികളെ ഈ നാഷണൽ പാർക്കിൽ പക്ഷി നിരീക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മൃഗങ്ങൾ എത്ര ഇനത്തിലുണ്ടെന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കൊന്നുമില്ല. ആഫ്രിക്കയിൽ കണ്ടുവരുന്ന മിക്കയിനം മൃഗങ്ങളും ചോബെ നാഷണൽ പാർക്കിലുണ്ട്. യാത്ര തുടരുമ്പോൾ വഴിയരികിലൊക്കെ നിരീക്ഷകരെ പോലെ ചില ജിറാഫുകൾ നിൽപ്പുണ്ട്. വനത്തിൽ വലിയ ഭീഷണി നേരിടാത്തവരാണ് ഇവർ. ഇവയുടെ പിൻകാലുകൊണ്ടുള്ള ഒരു തൊഴിയേറ്റാൽ ജീവൻ പോയേക്കാമെന്ന ഭയമുള്ളതുകൊണ്ട് തന്നെ സിംഹവും ചീറ്റയുമൊക്കെ വളരെ അപൂർവമായ ജിറാഫുകളെ വേട്ടയാടാറുള്ളൂ. എന്തിനാണ് നിങ്ങളൊക്കെ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന ഭാവത്തിൽ ഞങ്ങളെ നോക്കി നിൽക്കുകയാണ് ജിറാഫ്. ലോകത്തെല്ലാ ജിറാഫും തന്നെപ്പോലെ സ്വതന്ത്രനായാണ് വസിക്കുന്നതെന്നതാവും അവന്റെയൊക്കെ ധാരണ. തങ്ങളുടെ വംശത്തിലുള്ളവരെ മൃഗശാലയിലെ വേലിക്കെട്ടിനുള്ളിൽ വളർത്തുന്നുണ്ടെന്ന കാര്യം ഇവനൊന്നും അറിയില്ലല്ലോ. ഇവിടെ 2 പക്ഷികളുണ്ട്. ഏതോ മൃഗത്തിന്റെ കാഷ്ടത്തിനിടയ്ക്ക് കുത്തിപ്പെറുക്കി നടക്കുന്നു. അതിൽ നീണ്ട കൊക്കുള്ളത് ഒരിനം ഹോൺബില്ലാണ്. പിടക്കോഴി പോലിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ എന്ന പക്ഷിയും. പല ഇനം വേഴാമ്പലുകൾ ഈ പാർക്കിലുണ്ട്. അതിൽ റെഡ് ബിൽഡ് ഹോൺബിലാണിത്, ചുവന്ന കൊക്കുള്ള വേഴാമ്പൽ. കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്ന കോഴി വേഴാമ്പലിനെ പോലെയുണ്ട്. അവരെ പിന്നിട്ട് വീണ്ടും യാത്ര. നല്ല സ്പീഡിലാണ് കെ വണ്ടി വിടുന്നത്. 3 നിരയായാണ് വണ്ടിയിൽ ഞങ്ങളുടെ ഇരുത്തം. വനത്തിൽ അവിടെവിടെയായി ജിറാഫുകളുടെ കൂട്ടങ്ങളെ കാണാം. അവരങ്ങനെ മരത്തലപ്പുകളിൽ നിന്നും പച്ചിലകൾ അകത്താക്കി നിൽക്കുന്നു. പണ്ടുകാലത്ത് സാൻ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവിഭാഗത്തിന്റെ ആവാസയിടമായിരുന്നു ഇന്നത്തെ ചോബെ നാഷണൽ പാർക്ക്. കാട്ടിൽ ഒരിടത്തും സ്ഥിരമായി വസിക്കാത്തവരായിരുന്നു അവർ. ഇത് കുടുവാണ്, ആൺകുടു.
പിരിയൻ കൊമ്പാണ് അവന്റെ ഐഡന്റിറ്റി. വമ്പൻ കൊമ്പാണത്. മറ്റ് മാൻവർഗങ്ങളെപ്പോലെ കുടുംബമായി കൂട്ടമായി ജീവിക്കുന്നവയാണ് ഇവരും. ഇതാണ് പെൺകുടു. പെൺകുടുവിന് കൊമ്പില്ല. അവൾക്ക് ശരീരത്തിൽ ഭസ്മക്കുറി ഇട്ടതുപോലെ കുറച്ച് വരകളുണ്ട്. ഇങ്ങനെ മൃഗശരീരത്തിലെ ഡിസൈൻ നിരീക്ഷിക്കുക രസകരമാണ്. പെൺകുടുവിന് പരമാവധി 210 കിലോയാണ് ഭാരം. ജിറാഫിന്റെ ഡിസൈൻ ഇങ്ങനെയാണ്. പക്ഷേ ഇവന്റെ ദേഹത്തെ പെയിന്റിങ്ങിന് പെർഫെക്ഷൻ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി. ഇവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ നേരമാണിത്. ഞങ്ങൾ 1 മണിക്കൂർ കൂടി കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. നേരം ഇപ്പോൾ 9 മണി ആകാറായിരിക്കുന്നു. ഇനി ചോബെ നാഷണൽ പാർക്കിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. രാവിലത്തെ ഗെയിം ഡ്രൈവ് അവസാനിച്ചിരിക്കുന്നു. വാഹനം സെഡൂഡു ഗേറ്റിലേക്ക് എത്തി. ഈ ഗേറ്റിൽ കൂടി തന്നെയാണ് ഞങ്ങൾ രാവിലെ വനത്തിനുള്ളിലേക്ക് പോയത്. പുറത്തേക്കിറങ്ങുന്നതും ഇതിലൂടെ തന്നെ വേണം. ഇതുകൊണ്ട് ഞങ്ങളുടെ ഗെയിം ഡ്രൈവ് അവസാനിക്കുന്നില്ല. ഇന്ന് വൈകിട്ട് ഇതുപോലെ തന്നെ ഒരു സഫാരി വാഹനത്തിൽ ഞങ്ങൾ ഗെയിം ഡ്രൈവിന് പോകുന്നുണ്ട്. പിന്നെ നാളെ രാവിലെ മൃഗങ്ങളെ കാണാൻ ബോട്ടിൽ ഒരു യാത്ര കൂടി നടത്തും. നാഷണൽ പാർക്കിന്റെ ഗേറ്റ് കടന്നെങ്കിലും വനത്തിന്റെ സ്വഭാവം മാറുന്നില്ല. മൃഗങ്ങൾക്ക് എന്തതിർത്തി? അവൻ ഇവിടേക്കെല്ലാം ഇറങ്ങി വരും. പക്ഷേ കൂടുതൽ മൃഗങ്ങൾ ഉള്ള ഇടമായതിനാലാണ് നാഷണൽ പാർക്കിന്റെ അതിർത്തി അവിടെയാക്കിയിരിക്കുന്നത്. ഞങ്ങൾ കസാനെ പട്ടണത്തിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞു. ഞങ്ങളീ പോകുന്നതിന്റെ നേരെ എതിർദിശയിലേക്ക് യാത്ര ചെയ്താൽ നമീബിയയിൽ എത്താം. പട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് നാഷണൽ പാർക്കിനകത്തേക്ക് പോകാൻ. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള പ്രദേശങ്ങൾ തന്നെയാണിത്. ഇന്റർനെറ്റ്, മൊബൈൽ സിഗ്നൽ എല്ലാം ലഭ്യമാണ്. ആഫ്രിക്കയിലെ ഇത്തരം രാജ്യങ്ങളിൽ എല്ലാ പട്ടണങ്ങളിലും നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞു. വണ്ടി കസാനെ പട്ടണത്തിലേക്കെത്തി. ഈ കസാനെ പട്ടണത്തിൽ ഒരു മലയാളി സ്ഥാപനമുണ്ട്. 2 മലയാളികൾ ചേർന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനം. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. നേരെ മുന്നിൽ ചുവന്ന ഒരു ബോർഡ് കാണാം. ചോപ്പീസ് എന്ന ബോർഡ്. ഇതാണ് മലയാളി സ്ഥാപനം. ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണത്. ബോട്സ്വാനയിൽ മാത്രം 150ഓളം സൂപ്പർ മാർക്കറ്റുകളുള്ള ഒരു കമ്പനിയാണ് ചോപ്പീസ്. അതിന്റെ ഇവിടുത്തെ മാനേജർ ഇന്നലെ രാത്രി എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഉണ്ണി എന്നാണ്. ഉണ്ണി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കസാനെ എന്ന ആഫ്രിക്കയിലെ റിമോട്ടായ ഈ പ്രദേശത്ത് പോലും മലയാളികളുടെ ഷോപ്പുണ്ടെന്നും ഒരു മലയാളിയാണ് അവിടുത്തെ മാനേജറെന്നും. ബോട്സ്വാനയിലെ ഗാബറോൺ ആസ്ഥാനമായാണ് ചോപ്പീസ് എന്ന മൾട്ടിനാഷണൽ സൂപ്പർ മാർക്കറ്റ് കമ്പനി പ്രവർത്തിക്കുന്നത്. 1986-ൽ ഫറൂഖ് ഇസ്മയിൽ, രാമചന്ദ്രൻ ഒറ്റപ്പാത്ത് എന്നിവർ ചേർന്ന് ബോട്സ്വാനയിലെ ലോബാത്സെ എന്ന ടൗണിൽ ആരംഭിച്ച ചെറിയ സ്റ്റോറാണ് ഏതാണ്ട് 4 പതിറ്റാണ്ട് കൊണ്ട് 10,000ഓളം ജീവനക്കാരുള്ള മൾട്ടിനാഷണൽ കമ്പനിയായി വളർന്നത്. 1999 വരെയും അവർക്ക് 2 സ്റ്റോറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ബോട്സ്വാനയിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന FMCG കമ്പനിയായി ചോപ്പീസ് മാറിയത്. ഇപ്പോൾ ആഫ്രിക്കയിലെ 4 രാജ്യങ്ങളിൽ കമ്പനിക്ക് സ്റ്റോറുകളുണ്ട്. ബോട്സ്വാന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ചോപ്പീസ്. കമ്പനി സ്ഥാപകരായ ഫറൂഖ് ഇസ്മയിൽ ഡെപ്യൂട്ടി ചെയർമാനും രാമചന്ദ്രൻ ഒറ്റപ്പാത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. ഇത്തരം നാടുകളിലെല്ലാം മലയാളികൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനകരമായ കാര്യമാണല്ലോ. കസാനെ സാമാന്യം ഭേദപ്പെട്ട ഒരു പട്ടണമാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ട മികച്ച ഫെസിലിറ്റികളും. പട്ടണത്തിന്റെ പ്രധാന ഭാഗം പിന്നിട്ട് ഞങ്ങൾ ക്രസ്റ്റ മൊവാന റിസോർട്ടിലേക്കുള്ള വഴിയെ തിരിഞ്ഞു. ഇതിന്റെ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടിരിക്കും. കാട്ടുമൃഗങ്ങൾ കയറി വരാതിരിക്കാനാണ്. ഗസ്റ്റുകളുടെ സുരക്ഷയാണ് ഇത്തരം റിസോർട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആക്രമണമുണ്ടാകാതിരിക്കാൻ നല്ല കാവലുമുണ്ടാകും. ബോട്സ്വാനയിൽ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. എങ്കിലും ഇവർ എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ താമസിക്കുന്ന കെട്ടിടങ്ങളാണ്. അത്തരത്തിലുള്ള കുറേ കെട്ടിടങ്ങൾ പിന്നിട്ട് ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലേക്കെത്തി. ഇവിടെ ഞങ്ങളുടെ രാവിലത്തെ ഗെയിം ഡ്രൈവ് അവസാനിക്കുകയാണ്. രസകരമായ ഒരു യാത്രയാണ് കഴിഞ്ഞത്. ധാരാളം മൃഗങ്ങളെ കണ്ടതിന്റെ ആഹ്ലാദം എല്ലാവർക്കുമുണ്ട്.
നേരം 9 മണിയായിരിക്കുന്നു. റെസ്റ്റോറന്റിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിക്കും. നേരെ അവിടേക്ക് പോയി വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ റൂമിൽ പോയി ഒന്ന് കുളിച്ച് റെഡിയായി വരാം. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 4:30-ക്കും 5 മണിക്കുമൊക്കെ എണീറ്റതാണ് മിക്കവരും. ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. 30ഓളം ഐറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും. മാംസവിഭവങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പലതരം ബ്രെഡുകൾ, ചായ, കാപ്പി, പാൽ എന്നിങ്ങനെയെല്ലാം നിരത്തി വച്ചിരിക്കും. റെസ്റ്റോറന്റിൽ കുറെ വിദേശികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ അകത്തെ ദൃശ്യങ്ങൾ പകർത്താതിരുന്നത്. വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ മുറിയിലേക്ക് പോവുകയാണ്. ഇന്ന് പകൽ സമയത്ത് ഗ്രൂപ്പിലുള്ളവർക്ക് വേറെ വലിയ പരിപാടികളൊന്നുമില്ല. വൈകിട്ട് ഒരു ഗെയിം ഡ്രൈവിന് പോകാനുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് ഒരു സാഹസികമായ ജോലിയുണ്ട്. അതിനുവേണ്ടിയാണ് ഇനി ഞാൻ പോകുന്നത്.